2025 ബിടെക് ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. കാരണം 2025 നിങ്ങളെപ്പോലെ തന്നെ 2016 ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് നമ്മൾ കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്തെങ്ങാൻ ആ ഒരു കോളേജ് ലൈഫ് അവസാനിക്കുന്ന അടുത്തൊരു മൊമെൻറ്റ് തൊട്ടാണ് നമ്മൾ ആലോചിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ടാവും, കോളേജിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ് ഇനി കരിയറിൽ നമ്മൾ എന്ത് മേഖലയിലേക്ക് പോകുന്നുള്ളത് അല്ലേ. കാരണം ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കരിയർ അതേ മേഖലയിൽ തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ കോർ ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേറെ ഫീൽഡിലേക്ക് ഒന്നും പോകേണ്ട. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് സെലക്ട് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അവിടെ ഞാൻ നേരത്തെ തന്നെ ഇതേപോലെ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ മുമ്പത്തെ 2 സെഷൻസ് മെക്കാനിക്കലാണെങ്കിലും ശരി ഇലക്ട്രിക്കലാണെങ്കിലും ശരി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കരിയർ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ആ ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് മാറും, അതൊരു ഫ്രസ്ട്രേഷനായിട്ട് മാറും, അത് നിങ്ങൾക്കൊരു ഇറിറ്റേഷനായിട്ട് മാറും, നിങ്ങൾക്കൊരു കംഫർട്ട് ലഭിക്കില്ല. അപ്പോൾ ഒരു ജോലി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സാലറി മാത്രമായിരിക്കരുത് നിങ്ങളുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു ജോലി സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഉജ്ജ്വലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. സോ ഈ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ബോറടിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടാണ് ആ ഒരു ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ ആളുകളും, ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇവർക്കെല്ലാം ഉള്ളിലുള്ള ആ പാഷനാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഉസൈൻ ബോൾട്ടിനെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതേപോലെ ലോകോത്തരമായിട്ടുള്ള അത്തരം ആളുകളെല്ലാം അവർ ചെയ്യുന്ന ജോലി അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേത് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നല്ല താല്പര്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആയിരിക്കണം. രണ്ടാമത്തേത് അത് പ്രാക്ടിക്കൽ ആണോന്ന് കൂടി നോക്കണം. അതായത് നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന ഡ്രീം എന്ന് പറയുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പോസിബിൾ ആണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരു സ്വയം വിലയിരുത്തൽ നടത്തണം. ഡെഫിനറ്റ്ലി മൂന്നാമത്തേത് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാലറി ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സെലക്ഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു കരിയർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ പല വ്യത്യസ്തമായിട്ടുള്ള കരിയറുകളായിരിക്കും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു കരിയർ മേഖലയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ചെറിയ സ്പാർക്കെങ്കിലും നൽകുക എന്നുള്ളത് മാത്രമാണ്. ഡെഫിനറ്റ്ലി ഞാൻ ഒരു കരിയറും ഇവിടെ ബയാസ്ഡ് ആയിട്ട് പറയില്ല, പക്ഷെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കരിയർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് സെക്ടർ തന്നെയാണ്. ഓഫ് കോഴ്സ് ഗവൺമെൻറ് സെക്ടറിൽ ഒട്ടനേകം എക്സാംസുകളാണ് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ കാത്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷനോടും ആ ഒരു രീതിയിലൊക്കെ വരുന്ന എക്സാമാണ് IES അഥവാ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ PSU ത്രൂ ഗേറ്റ്, അതായത് NTPC, ബെല്ല്, ഗെയിൽ, ONGC, PGCL, IOCL, NHPC പോലുള്ള ഒരുപാട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലി ലഭിക്കുന്നത് ത്രൂ ഗേറ്റ് ആണ്. ഗേറ്റ് മാത്രമല്ല ചില എക്സാംസുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക ഹൈ പ്രീമിയം ആയിട്ടുള്ള ജോബാണ്. ഓഫ് കോഴ്സ് ഇതിലത്തെ നമ്പേഴ്സും എന്തായിരിക്കും കുറവാണെന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ KSEB പോലുള്ള ഓർഗനൈസേഷൻ, KSEB ഉണ്ട്. നാഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള ഇലക്ട്രിസിറ്റി ബോർഡ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ JE or AE പോസ്റ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്, അതിൽ തന്നെ ഇലക്ട്രിക്കലൊക്കെ പല കാറ്റഗറി വരുന്നുണ്ട്. RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വരുന്നുണ്ട്. സീനിയർ സെക്ഷൻ എഞ്ചിനീയർ വരുന്നുണ്ട്. ISROയിൽ വരുന്നുണ്ട്. DRDOയിൽ വരുന്നുണ്ട്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ വരുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വരുന്നുണ്ട്. അതേപോലെ റെയിൽവേ, മെട്രോ പ്രൊജക്ട്
പ്രോജക്റ്റുകൾ, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗവൺമെൻറ് സെക്ടറിൽ വരുന്നുണ്ട്. സോ വൺസ് നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിലേക്കാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മേഖല നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് എക്സാമിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ജോലി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. കാരണം ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 1-2 വർഷങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. സോ ആ ഒരു ഡിറ്റർമിനേഷനും ഡെഡിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് സെക്ടർ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. രണ്ടാമത്തത് പ്രൈവറ്റ് കമ്പനീസ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക ഈ പ്രൈവറ്റ് സെക്ടറിൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സാലറിയും അത്യാവശ്യം നല്ല ഹൈ ആയിരിക്കും. ഒരുപക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് സാലറി ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് സാലറി നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടും അതേപോലെ പവർ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ടും മെയിൻ്റനൻസ്, ടെസ്റ്റിംഗ്, ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എംബഡഡ് സിസ്റ്റം, അത് വളരെ സ്കോപ്പുള്ളൊരു ഫീൽഡാണ് ഈ എംബഡഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അതേപോലെ കൺട്രോൾ സിസ്റ്റം, കമ്പനീസ് ലൈക്ക് L&T, സ്നൈഡർ, ABB, സീമെൻസ്, ഹാവൽസ്, ജനറൽ ഇലക്ട്രിക്കൽസ്, ഇതെല്ലാം എന്താണ് ഈ ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫീൽഡാണ് MEP എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, MEP ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് സെക്ടറിൽ. നിങ്ങൾക്ക് ഡിസൈനിങ് ഫീൽഡിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ സൈറ്റ് എഞ്ചിനീയർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കാണെങ്കിലും ശരി, പ്രൈവറ്റിൽ ഒരുപാട് കോർ കമ്പനീസിലേക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പല കമ്പനികളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട്. സോ നിങ്ങൾ ഒരുപക്ഷെ ആദ്യം നിങ്ങൾ കുറച്ചുകൂടി കമ്പനികളിൽ കുറച്ചുകൂടി താഴ്ന്ന ലെവലിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് ചെറിയ സാലറിയിലൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആവണം. പിന്നീട് നിങ്ങൾ ഇത്തരം കമ്പനീസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സാലറി വളരെ ഹൈ ആയിട്ട് മാറുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് ആണ്. അതായത് ഇനിയും പഠിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇനിയും പഠിക്കണം എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് MTech അല്ലെങ്കിൽ ME ആണ്, ത്രൂ ഗേറ്റ് എക്സാമിനേഷൻ ആണ്. അതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, VLSI, റിന്യൂവബിൾ എനർജി ഒക്കെ അതിൽ വരുന്നതാണ്. ഇനി അതല്ല അബ്രോഡ് പോയി ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫീൽഡുകളുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എംബഡഡ് സിസ്റ്റം, റിന്യൂവബിൾ എനർജി ലൈക്ക് USA, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നിൽക്കണം എന്ന് യാതൊരു താല്പര്യമില്ല, നിങ്ങൾക്ക് MBA ചെയ്യാം. ഓക്കെ, MBA നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓപ്പറേഷൻസ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, എനർജി മാനേജ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ ഈ മേഖലകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോൺ കോർ കരിയർ ഓപ്ഷൻസ്. ഇതൊരു കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും നമ്മുടെ കോർ സബ്ജക്റ്റിൽ തന്നെ അല്ലെങ്കിൽ കോർ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. കാരണം നമ്മൾ BTech എടുത്ത് തന്നെ ഒരുപാട് റീസർച്ച് ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ആവേശത്തിനോ നമ്മളൊരു പക്ഷേ BTech ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചുകൾ എടുത്തിട്ടുണ്ടാവും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം കരിയർ ഒന്ന് മാറ്റി പിടിക്കണം, വേറൊരു ഫീൽഡിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോൺ കരിയർ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഓർ IT സെക്ടറിലേക്ക് പോകാം. കാരണം അവിടെ കുറച്ചൊക്കെ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ, ബേസിക് നോളജും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറാം. ഇറസ്പെക്റ്റീവ് നിങ്ങൾ എന്താവേണ്ട കാര്യമില്ല, നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് മറ്റു മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിക്കോട്ടെ, QA, ടെസ്റ്റിംഗ് റോൾസ്, C++, പൈത്തോൺ, ജാവ, SQL, DSA ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഒരുപാട് MNCs, ഇപ്പോൾ TCS, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കോളേജുകളിൽ ഇതേപോലുള്ള കമ്പനികൾ TCS, ഇൻഫോസിസ്, വിപ്രോ, ആക്സെഞ്ചർ ഇങ്ങനെയുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവായിട്ട് വരാറുണ്ടായിരുന്നു. സോ അത്തരം കമ്പനീസിലും ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, അതൊരു എന്താ പറയുക പ്രോമിസിങ് ആയിട്ടുള്ള കരിയറാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ EdTech കമ്പനീസുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിംഗ് കമ്പനീസുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ കുറേ അധികം കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാറ്റഗറി പറയാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. നിങ്ങൾക്ക് ഇന്ന കരിയർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് യുവർ ഓൺ ഇലക്ട്രിക്കൽ കോൺട്രാക്ടിംഗ് ഫേം. നിങ്ങൾക്ക് തന്നെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടിംഗ് ഫേം, ഇലക്ട്രിക്കൽ തന്നെ ആവണമെന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രീലാൻസ് ഇൻ AutoCAD, ഇലക്ട്രിക്കൽ PLC, SCADA ഓർ സോളാർ സിസ്റ്റം ഡിസൈൻ. ഇപ്പോൾ സോളാറിൻ്റെ ഒക്കെ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഗ്രീൻ എനർജി ഓർ സോളാർ സെക്ടർ ഉണ്ട്, അതിൽ ഹ്യൂജ് സ്കോപ്പ് ഇൻ സോളാർ എനർജി. EV ഇൻഫ്രാസ്ട്രക്ചർ, കാരണം EV ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വളരെ എമേർജിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതേപോലെ തന്നെ സോളാർ ഡിസൈൻ എഞ്ചിനീയർ, എനർജി ഓഡിറ്റർ, EV ചാർജിങ് ഇൻഫ്രാ പാർട്ട്ണറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. കാരണം EV ഇൻഡസ്ട്രി ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ഇത്തരത്തിൽ ഒട്ടനേകം
ഇൻഡസ്ട്രീസ് ആണ് നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ PLC SCADA, MATLAB, Simulink, ETAP, AutoCAD ഇലക്ട്രിക്കൽ, PMP or 6 Sigma, സോളാർ ഡിസൈന്, പിന്നെ എംബഡഡ് ഉണ്ട്. അതൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എംബഡഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, എംബഡഡ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. VLSI ഡിസൈൻഡ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. MEP QS, MEP തുടങ്ങിയ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. MEP QS. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. അതേപോലെ ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ കോഴ്സുകളുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകളുണ്ട്, അപ്പോൾ കോഡിങ്ങിൻ്റെതുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ മേഖലകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. സോ ഞാനിവിടെ കുറേ കരിയർ ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്ഷൻസുമാണ് നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊന്നും അല്ല ഉള്ളത്, ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കരിയർ ഓപ്ഷൻസുകളിൽ ഏതെങ്കിലും ചില കരിയർ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. അത്തരം കരിയർ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൂന്ന് കരിയർ ഓപ്ഷൻ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ 3 കരിയർ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടൊരു മേഖലയിലേക്ക് നിങ്ങൾ എത്തുക. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ ആവണം. ആൻഡ് തേർഡ് വൺ, നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഒരു സാലറി നിങ്ങൾക്ക് ലഭിക്കണം. സോ ഈ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കരിയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡൻസ്, ഒരു എക്സ്ട്രാ ഗൈഡൻസിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നാറുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അതിലൂടെ ഞങ്ങൾ പാസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ BTech കഴിഞ്ഞ ആളുകൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇടയ്ക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കരിയർ ഓപ്ഷൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് കൃത്യമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ പരമാവധി BTech കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Thank you.